പരിശുദ്ധമായ റമദാനിൽ നമ്മളൊക്കെ നോമ്പ് പിടിക്കുന്നു, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കണം. നമ്മുടെ നോമ്പ് ഒരു യഥാർത്ഥ നോമ്പായാൽ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. വെറുതെ പട്ടിണി കിടന്നാൽ അള്ളാഹു അത് നോമ്പായി പരിഗണിക്കില്ല. രാവിലെ സുബഹിക്ക് നമ്മൾ നോമ്പ് തുടങ്ങി മഗ്‌രിബിൻ്റെ സമയത്ത് നോമ്പ് അവസാനിപ്പിക്കുന്നു, മുറിക്കുന്നു. ഇതൊരു കറക്റ്റ് നോമ്പായി മാറണമെങ്കിൽ നമ്മുടെ ഈ ഒരു പകൽ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാത്രിയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പുകാരൻ റമദാനിൽ അവൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കണം, ചില കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നോമ്പുകാരന് നിർബന്ധമായ കാര്യമുണ്ട്, നോമ്പുകാരന് സുന്നത്തായ കാര്യമുണ്ട്, നോമ്പുകാരന് കറാഹത്തായ കാര്യമുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് നോമ്പുകാരന് സുന്നത്തായ ചില കാര്യങ്ങളാണ്. ഉസ്താദ്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതൊക്കെ അറിയാം, ഇതാര് ചെയ്യുന്നുണ്ട്? ഒരുപാട് പേര് ഈ വീഡിയോ കേൾക്കുമ്പോൾ നോമ്പിൻ്റെ സുന്നത്തല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയാം, പക്ഷെ എത്ര പേര് ചെയ്യുന്നുണ്ട്? ചെയ്യുന്നില്ല എങ്കിൽ ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഈ ഒരു റമദാൻ മാസത്തിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും മലർക്കെ തുറന്ന് നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഒരാൾ പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഒരു ആണോ പെണ്ണോ ഒരു വാക്യം പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവനിക്ക് മേൽ തുറക്കപ്പെട്ട് അവൻ അതിലൂടെ മലക്കുകൾ ഇങ്ങനെ ആനയിക്കുന്നതാണ്. റമദാൻ മാസം നല്ല ചൂടുള്ള മാസമാണ്. ഈ സമയത്ത് ഒരുപാട് കണ്ണിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഈ കണ്ണുമായി ബന്ധപ്പെട്ട ഒരുപാട്, ഇപ്പം നമ്മളൊക്കെ മൊബൈലിൽ നോക്കുന്നവരാണ്. മൊബൈലിൽ ഒരുപാട് സമയം നോക്കി നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു. ഈ കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും അസ്വസ്ഥതകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായ ചെറിയ ഒരു ടിപ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. നോമ്പുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാവനമായ റമദാൻ മാസം, ഈ റമദാൻ മാസത്തിൽ നമ്മളൊക്കെ എത്രയോ സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത്. എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് നോമ്പ് തുറ വെക്കുന്നു. നോമ്പ് തുറക്ക് വേണ്ടി പല ആളുകളും പൈസ കൊടുക്കുന്നു പള്ളിയിലേക്ക്. അതുപോലെ തന്നെ വീടുകളിൽ തന്നെ ഒരുപാട് പേര് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കുന്നു, കുടുംബാദികളെ ക്ഷണിക്കുന്നു. അപ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത്, നമ്മൾ ഭക്ഷണം അധികമായി ഉണ്ടാക്കി വളരെ വേസ്റ്റാക്കുന്ന ഒരു സ്വഭാവം ഈ മുസ്ലിമീങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്. അതായത് ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കല്യാണത്തിൻ്റെ സമയത്തൊക്കെ എത്രയോ ഭക്ഷണമാണ് വേസ്റ്റാകും. എല്ലാ മുസ്ലിമീങ്ങളൊന്നുമല്ല, ചില ആളുകൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഈ റമദാനിൽ ഒരിക്കലും അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ റൂമിൽ അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് ഭക്ഷണമുണ്ട് കഴിക്കാൻ. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള റൂം അത് ഗസയാണ്. നമ്മൾ ഉദാഹരണമാണ്, ഗസയാണ്, ഫലസ്തീനാണ്. അവിടെ ഒരു നേരത്തെ ഭക്ഷണം, അതായത് എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ട നോമ്പ് പിടിക്കാൻ, എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ട നോമ്പ് തുറക്കാൻ. അവിടെ 24 മണിക്കൂറും നോമ്പാണ് എന്ന രൂപത്തിലാണ് പല ആളുകളും പറയുന്നത്. രാത്രിയിലും നോമ്പാണ്, പകലിലും നോമ്പ്. ഒന്നും നല്ലതുപോലെ കഴിക്കാനില്ല. ഓരോ ദിവസവും 4ഉം 3ഉം കുട്ടികളാണ് ഒന്നും കഴിക്കാൻ കിട്ടാതെ അവർ വിശന്ന് മരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യമാണ്. നമ്മൾ ഇപ്പുറത്തെ റൂമിലാണ്, നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. കഴിക്കണ്ട എന്ന് പറയുന്നത് അൽഹംദുലില്ലാ നമുക്ക് തന്ന ഭക്ഷണമാണ് പടച്ചവൻ. അത് അള്ളാഹു തന്ന ഒരു ബറക്കത്താണ്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. പക്ഷേ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ, പ്രത്യേകിച്ച് റമദാനിൽ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ വളരെയധികം അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അള്ളാഹു തആല നമ്മുടെ റമദാനിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും അള്ളാഹു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നോമ്പുകാരന് ഹറാമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നോമ്പുകാരൻ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹറാമെന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയാണ്. അതിൽപ്പെട്ടതാണ് നോമ്പുകാരൻ എന്താണ്, പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുക. അവനിക്ക് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ട് നോമ്പ് മുറിച്ചാൽ അവനക്ക് ശിക്ഷയുണ്ട്. എന്തെങ്കിലും രോഗിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചു എന്നിട്ട് അവൻ നോമ്പ് മുറിച്ച് കളഞ്ഞു എങ്കിൽ അവനക്ക് ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ പകലിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല. അത് ചെയ്യൽ ഹറാമാണ്. പകലിൽ അത് ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകും.
അപ്പോൾ നോമ്പുകാരന് ഹറാമായ കാര്യങ്ങൾ, നോമ്പുകാരന് സുന്നത്തായ കാര്യങ്ങൾ, നോമ്പുകാരന് കറാഹത്തായ കാര്യങ്ങൾ, നോമ്പുകാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നോമ്പുകാരന് സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താൽ നമുക്ക് കൂലിയുണ്ട്, ഉറപ്പാണ്. ചെയ്തില്ലെങ്കിൽ അത് പറഞ്ഞ് ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല, പക്ഷേ ചെയ്യലാണ് നല്ലത്. സുന്നത്തെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കൊണ്ടുവന്ന ചെയ്ത കാര്യമാണ്, അല്ലെങ്കിൽ പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ സ്വഹാബിമാരോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യമാണ്, അല്ലെങ്കിൽ മൗന അനുവാദം കൊടുത്ത കാര്യങ്ങൾ. ഇതിനാണ് സുന്നത്ത് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ റമദാനിലാണ്. ഈ റമദാനിൽ നമുക്ക് സുന്നത്താകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് റമദാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും കുളിക്കുക എന്നത് സുന്നത്താണ്. റമദാനിൽ നോമ്പുകാരൻ മാത്രമല്ല, നോമ്പുകാരി പെണ്ണിനും ആണിനും സുന്നത്താണ് എന്ത്? രാത്രി കുളിക്കുക എന്നുള്ളത്. പകൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തല്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ശരീരത്തിൽ നല്ലപോലെ വേർതിരിക്കുകയാണ്, ഇപ്പോൾ നല്ല ചൂടല്ലേ, ഇപ്പോൾ വേർതിരിക്കുകയാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും നജസ് പറ്റി, അങ്ങനെ ശരീരം മുഴുവനും ആകെ നജസ്സായി, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കുളിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നു, കച്ചവടത്തിന് പോകുന്നു, ആ സമയത്ത് നമ്മൾ കുളിക്കുന്നത് പതിവുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ കുളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നോമ്പുകാരൻ കുളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൻ ചിലപ്പോൾ വായിൽ ഇങ്ങനെ വെള്ളം കൊപ്പിളിക്കുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. ചെവിയിലേക്ക് അശ്രദ്ധമായി അവൻ വെള്ളം ഒരുപാട് ഒഴിച്ചാൽ ആ ഭാഗമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ചെവിയുടെ ഉള്ളിലേക്ക് അമിതമായി വെള്ളം പോയി അവൻ മനഃപൂർവ്വമാണത് ചെയ്യുന്നതെങ്കിൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ നോമ്പ് പറയും, അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് നോമ്പുകാരന് പകൽ കുളിക്കൽ സുന്നത്തില്ല, രാത്രി കുളിക്കലാണ് സുന്നത്ത്. നോമ്പുകാരിക്കും പ്രത്യേകം നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് തറാവീഹ് നമസ്കരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക. അത് നല്ല കാര്യം, ഒരു റാഹത്ത് കിട്ടും. അല്ലെങ്കിൽ തറാവീഹിന് ശേഷം അവൻ ഒരു 10:30 ആകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുമല്ലോ, ആ സമയത്തൊന്ന് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇനി ആ സമയത്ത് കുളിക്കാൻ പറ്റിയില്ലെങ്കിലും അത്താഴത്തിന് നമ്മൾ എഴുന്നേക്കുമല്ലോ, ഇടത്താഴത്തിന് എഴുന്നേക്കില്ല, ആ സമയത്തെങ്കിലും ഒന്ന് കുളിക്കൽ സുന്നത്താണ്. പിന്നെ ജനാപത്തുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ ജനാപത്തുകാരിയാണെങ്കിൽ, വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ സുബഹിക്ക് മുമ്പ് അവൻ കുളിച്ചിരിക്കണം. അത് പ്രത്യേകം വേണ്ടതാണ്. കാരണം എന്താ? അവനിക്ക് സുബഹി നിസ്കരിക്കണ്ടേ, ഖളാ ആക്കാതെ അവൻ സുബഹി നമസ്കരിക്കണമെങ്കിൽ ആ ജനാപത്തുകാരനോ അല്ലെങ്കിൽ ജനാപത്തുകാരിയോ നിയ്യത്ത് വെച്ച് അവൻ കുളിക്കണം സുബഹിക്ക് മുമ്പ്. അതവനിക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ സുന്നത്തായ കാര്യത്തിൽപ്പെട്ടതാണ് രാത്രിയോ അല്ലെങ്കിൽ അത്താഴ സമയത്തോ കുളിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു സുന്നത്താണ് രാത്രിയോ അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ സമയത്തോ സുഗന്ധം ഉപയോഗിക്കുക. അത് പ്രത്യേകം സുന്നത്താണ്. പകൽ സമയത്ത് നോമ്പുകാരി സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്, ചെയ്യാതിരിക്കലാണ് നല്ലത്. ചെയ്തു എന്ന് വെച്ച് നോമ്പൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, പക്ഷേ ചെയ്യാതിരിക്കലാണ് നല്ലത്. എന്നാൽ രാത്രിയോ അത്താഴത്തിൻ്റെ സമയത്തോ സുഗന്ധം ഉപയോഗിക്കൽ വളരെ ശക്തിമത്തായ സുന്നത്താണെന്നാണ്. കുറച്ച് അത്രയൊക്കെ എടുത്ത് നമ്മുടെ ഉടുപ്പിലൊക്കെ തേക്കുക, അതുപോലെ നമ്മുടെ ശരീരത്ത് തേക്കുക, അതൊക്കെ സുന്നത്തായ കാര്യമാണ്. അപ്പോൾ ആ ഒരു ഗന്ധം, ആ ഒരു സുഗന്ധം പകലിലും ഉണ്ടാകുമല്ലോ ഉസ്താദെ, കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? രാത്രി സുഗന്ധം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക. അത് പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ സുന്നത്തായ കാര്യമാണ് രാത്രിയോ അത്താഴ സമയത്തോ സുറുമയിടുക. സുറുമയിടൽ പ്രത്യേകം സുന്നത്താണ്. എന്തിനായി സുറുമയിടുന്നത്? അത് സുന്നത്താണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സുറുമയിടും, നല്ല സുറുമ വേണം കേട്ടോ. സുറുമയിടുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കണ്ണിന് കാഴ്ച കൂട്ടുമെന്നാണ്. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും, നമ്മളൊക്കെ 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് കേൾക്കും അല്ലേ? ബാങ്ക് കേട്ടിട്ടാണ് പല ആളുകളും പള്ളിയിലേക്ക് പോകുന്നത്. ബാങ്ക് കേട്ടിട്ടാണ് പല ഉമ്മമാരും നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് മനസ്സിലാക്കുന്നത്. ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ ബാങ്ക് കേൾക്കുന്നവരാണ്. ബാങ്കിന് നമ്മൾ ഇജാബത്ത് കൊടുക്കും അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയും. നമ്മൾ ആദ്യം ബാങ്ക് വിളി കേൾക്കുമ്പോൾ തന്നെ മർഹബം ബിൽ ഖായിലി അദില മർഹബം ബിസ്വലാത്തി അഹ്ല എന്ന് പറയണമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും നമുക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ്. എന്താ പറയേണ്ടത്? നോമ്പുകാരൻ മാത്രമല്ല, നോമ്പല്ലാത്ത സമയത്തും പ്രത്യേകിച്ച് നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ റയ്യാൻ എന്ന പ്രത്യേകം കവാടം തന്നെയുണ്ട്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള നോമ്പുകാരൻ, നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പുകാരനായ ആൾ, അവൻ പകൽ സമയത്തോ അല്ലെങ്കിൽ അവൻ റമദാനിൻ്റെ രാത്രിയിലോ ബാങ്ക് കേൾക്കുമ്പോൾ സുബഹി
അതുപോലെ ളുഹർ, അസർ, മഗ്രിബ്, ഇശ ഈ 5 വഖത്ത് സമയത്തുള്ള ബാങ്ക് അവൻ കേൾക്കുമല്ലോ. ബാങ്ക് കേൾക്കുന്ന സമയത്ത് എന്ത് പറയണം? മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ല. എന്താ പറയേണ്ടത്? മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ല. സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അവനിക്ക് മേൽ തുറക്കപ്പെടും. എന്താണ് ഈ ഒരു വാചകം അവൻ പറഞ്ഞാൽ? മർഹബൻ ബിൽ ഖായിലി അദില മർഹബൻ ബിസ്സലാത്തി അഹ്ല എന്ന വാക്ക്. ഈ വാക്ക് മറന്നു പോവരുതേ. ഈ റമദാനിൽ ചെയ്താൽ വലിയ പ്രതിഫലമാണ്. റമദാൻ അല്ലാത്തപ്പോൾ ചെയ്താൽ കിട്ടുന്നതിൻ്റെ 70ഉം 700ഉം 7000ഉം 7 ലക്ഷമൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും ഒരു അമൽ ചെയ്താൽ. അതുകൊണ്ട് ഈ ഒരു അമൽ മറന്നു പോവരുതേ, ആരും മറക്കരുത്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല ഇത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ചുരുങ്ങിയതൊരു മർഹബ എന്നെങ്കിലും പറയണം. മർഹബ എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നർത്ഥം. ആ ബാങ്കിനെ സ്വാഗതം ചെയ്യുകയാണ്, അതൊരു വലിയ പുണ്യമാണ്. അതുകൊണ്ട് ആ ഒരു വാക്ക് മർഹബൻ ബിൽ ഖായിലി അദ്ല മർഹബൻ ബിസ്സലാത്തി അഹ്ല അത് പറയുക. അത് കഴിഞ്ഞ് പിന്നെ അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ നമ്മൾ ജവാബ് കൊടുക്കണം. പ്രത്യേകിച്ച് മഗ്രിബ് ബാങ്കിന് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകം സുന്നത്താണ് എന്ത് ബാങ്കിന് ജവാബ് കൊടുക്കൽ. അത് പ്രധാനപ്പെട്ടത് സുന്നത്താണ് മഗ്രിബ് ബാങ്കിന്. കാരണം നമ്മൾ ആ സമയത്ത് ജവാബ് കൊടുക്കാൻ മറന്നുപോകും. കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന തിരക്കിലാണ്, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്ന ആ ഒരു ആസ്വാദനത്തിലാണ്. ആ സമയത്ത് നമ്മൾ ആ മഗ്രിബ് ബാങ്കിന് നമ്മൾ ജവാബ് കൊടുത്താൽ പുണ്യങ്ങളുടെ പുണ്യമാണ്, വളരെയധികം പ്രതിഫലമാണ്. അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോകണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ നോമ്പുകാരനാണല്ലോ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വാക്ക് കേൾക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അതുപോലെ തന്നെ തിരിച്ചു പറയുക. എന്നിട്ടോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് കഴിഞ്ഞിട്ട് മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് അറിയാം, ഇത് ഉമ്മമാരൊക്കെ ഇത് പറയുന്നതാണ്, ഉപ്പമാർ പറയുന്നതാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം, മറന്നു പോവല്ലേ. മഗ്രിബ് ബാങ്കിന് പ്രത്യേകം നമ്മൾ ഓർക്കണേ. അതല്ലാത്ത ബാങ്കിലും നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇത് പറയണം. എന്ത് പറയണം? മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ട്, ഒരു പ്രാവശ്യം പറഞ്ഞാലും മതി, അവൻ്റെ 2 തള്ളവിരലുകളിൽ അവൻ ഊതുന്നു ഇഷ്ഫി, എന്നിട്ട് അവൻ്റെ 2 കണ്ണുകളിലും അവൻ തടകിയാൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹദീസിൽ കാണാം, അവന് കണ്ണ് രോഗം ബാധിക്കില്ല. കണ്ണിൽ ക്യാൻസർ വന്ന എത്രയോ ആളുകളുണ്ട്. കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നു, കണ്ണടക്കാൻ പറ്റുന്നില്ല, കണ്ണിന് ക്യാൻസറാണ്, ദ്വാരക്കാണ്, എത്രയോ പേരാണ് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണിന് കുരുക്കൾ വരുന്നു, കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു, തിമിരം ബാധിക്കുന്നു, കണ്ണിൽ കേടുവരുന്നു. ഇങ്ങനെ കണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്, പ്രത്യേകിച്ച് ചൂടുകാലമാണ്. കണ്ണിന് പല ചൊറിച്ചിലുകളും അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട്. പല കുട്ടികൾക്കും അത്തരത്തിലുള്ള രോഗങ്ങളുണ്ട്. അങ്ങനെ കണ്ണിൽ അസുഖം ഉണ്ടാവാതിരിക്കാൻ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് മറന്നു പോവരുതേ. എന്താണ് പറയേണ്ടത്? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ കണ്ണിൻ്റെ കുളിർമയായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി അല്ലാഹുവിൻ്റെ റസൂല് അല്ലേ, അബ്ദുല്ലാ തങ്ങളുടെ മകനാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാചകം പറഞ്ഞ് മർഹബൻ ബി ഹബീബി ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്ക് പറഞ്ഞ് ഈ 2 തള്ളവിരലിൽ ഊതിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തടവുക. കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മാറും. നോമ്പുകാരാ, നിനക്ക് പ്രത്യേകം സുന്നത്തായ കാര്യങ്ങൾ, നോമ്പുകാരി നിനക്ക് പ്രത്യേകം സുന്നത്തായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, രാത്രി കുളിക്കുക, അത്താഴ സമയത്ത് കുളിക്കുക. രാത്രി സുഗന്ധം പൂശുക, അത്താഴ സമയത്ത് സുഗന്ധം പൂശുക. രാത്രിയിലോ അത്താഴ സമയത്തോ നമ്മൾ എന്ത് കണ്ണിൽ സുറുമയിടുക, അതൊക്കെ സുന്നത്താണ്. പിന്നെയോ ആരെങ്കിലും നമ്മുടെ അടുക്കൽ വഴക്കിനു വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നത് കണ്ടാൽ, കേട്ടാൽ നമ്മുടെ അടുക്കൽ വന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്ക് പറയണം, ഞാൻ നോമ്പുകാരനാണെന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. പിന്നെയോ നോമ്പ് തുറപ്പിക്കൽ സുന്നത്താണ്. നോമ്പ് തുറപ്പിക്കുന്നത് എത്രയോ വലിയ പുണ്യമാണ്. ഇപ്പോൾ ഒരു പള്ളിയിലെ മുഴുവൻ ആളുകൾക്കും നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം നമ്മുടെ പൈസ നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഒരു 100 രൂപ, ഒരു 500 രൂപ, ഒരു പറ്റുന്ന ഒരു പൈസ നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കുക. എന്നിട്ട് പറയുക, ഇന്നത്തെ നോമ്പ് തുറക്ക് എൻ്റെ പൈസയും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ആ മുഴുവൻ ആളുകളെയും നോമ്പ് തുറപ്പിച്ച പ്രതിഫലം പോലോത്തത് നമുക്ക് കിട്ടുമെന്നാണ്. തറാവീഹ് നിസ്കാരം നോമ്പുകാരന് സുന്നത്താണേ. അതുപോലെ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക.
അതുപോലെ അത്താഴം കഴിക്കുക, അത് സുന്നത്താണ്. ചില ആളുകൾ അത്താഴം ഉപേക്ഷിക്കും, പാടില്ല. അത്താഴം ഒരു ഇറുക്ക് വെള്ളമെങ്കിലും, ഒരു ചെറിയ കാരക്കെങ്കിലും ആ സുന്നത്തിന് വേണ്ടി കഴിക്കൽ പ്രത്യേകം നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തസഹറു ഫഇന്ന ഫിസ് സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലും, ദുആരക്കും എന്നാണ്. അത് സുന്നത്താണ്. പിന്നെയോ അത്താഴം പിന്തിപ്പിക്കൽ, അത് സുന്നത്താണ്. അതായത് ചില ആളുകൾ 3 മണിക്ക് എഴുന്നേറ്റ് അത്താഴം കഴിക്കും, അത് വേണ്ട. സുബഹി ബാങ്ക് വിളിക്കുന്നതിന് ഒരു 20 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, അത്താഴം കഴിക്കുക, അതാണ് പ്രത്യേകം സുന്നത്തായത്. അത്താഴ സമയത്ത് നമ്മൾ കുളിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു, സുഗന്ധം പൂശൽ, സുറുമയിടൽ, അതൊക്കെ സുന്നത്താണ്. അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വിളിച്ചെണീപ്പിക്കലും സുന്നത്താണ്. നമ്മൾ മാത്രം എഴുന്നേറ്റ് അത്താഴമൊക്കെ കഴിച്ച് പോയി തഹജ്ജുദ് നിസ്കരിക്കുന്നു, അത് സുന്നത്താണ്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാകും, മക്കൾ വിളിക്കൽ സുന്നത്താണ്. ചിലപ്പോൾ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാകും, ഭാര്യ വിളിക്കൽ സുന്നത്താണ്. ഭർത്താവിനെ വിളിക്കൽ സുന്നത്താണ്. ആ സുന്നത്തും കൂടി കരസ്ഥമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പുകാരൻ, നോമ്പുകാരി അത് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു സുന്നത്താണ് ഖുർആൻ പാരായണം. നോമ്പുകാരൻ പ്രത്യേകം സുന്നത്താണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ. ആ ഖുർആൻ ഓതുമ്പോൾ തന്നെ നോക്കിയോതൽ. നോക്കിയോതുമ്പോൾ മൊബൈൽ നോക്കുന്നതിനേക്കാൾ നല്ലത് ഖുർആനിൽ നോക്കിയോതൽ, അത് സുന്നത്താണ്. അറിയാവുന്ന സൂറത്താണെങ്കിൽ പോലും അത് നോക്കിയോതൽ പ്രത്യേകം സുന്നത്താണ്. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക സുന്നത്താണ്. ഇഅ്തികാഫിന്റെ നിയ്യത്ത് കരുതുക. പുരുഷന്മാർ പള്ളിയിലേക്ക് കടന്നാൽ നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല, അത് മലയാളത്തിൽ പറഞ്ഞാലും മതി. ഈ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഞാൻ കരുതി എന്ന നിയ്യത്ത് ചെയ്യൽ എന്ന് മനസ്സിൽ കരുതൽ, അത് സുന്നത്താണ്. പിന്നെയോ അതുപോലെ തന്നെ സുന്നത്താണ് സമയമായാൽ പെട്ടെന്ന് നോമ്പ് തുറക്കണം. സമയമായാൽ പിന്തിപ്പിക്കാൻ പാടില്ല, ഇത് നമ്മളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് അതിശക്തമായ സുന്നത്താണ്. സമയമായാൽ നോമ്പ് തുറപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ അജ്ജലുൽ ഇഫ്താർ. എൻ്റെ ഉമ്മത്തിനുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് എത്രയോ പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ CAA വരുന്നു, NRC വരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ, ഒരുപാട് കരിനിയമങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് മേൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ട്, അതിൻ്റെ ബറക്കത്തുകൾ കൊണ്ട് നമുക്ക് ഈ വരുന്ന കരിനിയമങ്ങളെ ഇല്ലാതാക്കാം. എങ്ങനെ? സുന്നത്തുകൾ നമ്മൾ പാലിക്കുക. അതിൽപ്പെട്ടതാണ് സമയമായാൽ നോമ്പ് തുറക്കുക. പ്രത്യേകിച്ച് ഉമ്മമാരെ, നിങ്ങൾ വീടുകളിൽ സമയമായാൽ, അല്ലെങ്കിൽ ബാങ്ക് കേൾക്കാൻ പറ്റാത്ത സമയമാണ്, അല്ലെങ്കിൽ സാഹചര്യമാണ്, ദൂരെയാണ് പള്ളിയെങ്കിൽ, ആ നോമ്പ് തുറയുടെ സമയമായാൽ നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നോമ്പുകാരന് സുന്നത്തായ, നോമ്പുകാരിക്ക് സുന്നത്തായ കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ഉസ്താദേ, അറിയാവുന്നതാണെങ്കിൽ നമ്മൾ എത്ര പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട്? എടോ, അറിയാവുന്നതാണെന്ന് പറയുന്നതും ചെയ്യുന്നതാണെന്ന് പറയുന്ന നമ്മുടെ വ്യത്യാസമുണ്ട്. എല്ലാവരും പറയും, ഓ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയാം, പക്ഷേ ഇത് നമ്മൾ ചെയ്യാറുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പല ആളുകളും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഓ ഇതാണ് വലിയ കാര്യം എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്, സുന്നത്താണ്. പരിശുദ്ധമായ റമദാനിൽ ഒരു മനുഷ്യൻ ഒരു സുന്നത്തെടുത്താൽ അവൻ ഒരു ഫർളിന്റെ കൂലിയാണ്. ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലിയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ. പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണം. അവരും ഇത് ചെയ്യട്ടെ, എല്ലാവരും ഇത് ചെയ്യട്ടെ. അതിൻ്റെ കൂടി നമുക്ക് എല്ലാവർക്കും അള്ളാഹു തരും. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. ഉപകാരപ്പെടുന്നതാവണം. അള്ളാഹു തആല നമ്മളിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് നോമ്പുകാരൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 സുന്നത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റമദാനിലെ മഗ്രിബിന്റെ സമയത്ത്, മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ പല ആളുകളും അശ്രദ്ധമായി പോകുന്ന സമയത്ത് ചെയ്യേണ്ട 2 സുന്നത്തുകൾ ചെയ്താൽ വമ്പൻ പ്രതിഫലമാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവനിക്ക് തുറക്കപ്പെടും. മാത്രമല്ല കണ്ണിന്റെ എല്ലാ അസുഖങ്ങളും അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ ഈ പറഞ്ഞ എനിക്കും നിങ്ങൾക്കും ഒരുപാട് ഭാഗ്യങ്ങൾ അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.